ഹരിപ്പാട് മണ്ഡലമാണ് ഇനി നമ്മൾ അനലൈസ് ചെയ്യുന്നത്. 11 ലോക്കൽ ബോഡീസ് ഉണ്ട്. ഹരിപ്പാട് മുനിസിപ്പാലിറ്റി 10 പഞ്ചായത്ത്. അപ്പോൾ കുറച്ച് വലിയ മണ്ഡലമാണ്. ഹരിപ്പാട് മണ്ഡലത്തിലെ വോട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടന്ന വോട്ട് നോക്കുകയാണെങ്കിൽ UDF 57,000-ഓളം വോട്ട് കിട്ടി, 38% LDF 50,000 വോട്ടുണ്ട്, NDA 30,000. NDAക്ക് 20% 5-1 വോട്ട് കിട്ടിയിട്ടുള്ളൊരു മണ്ഡലമാണ്. അതേഴ്സിന് 10,000. മെമ്പർമാരെ നോക്കിയാൽ UDF 83 മെമ്പർമാർ, LDF 69 മെമ്പർമാർ, BJP 27, അതേഴ്സ് 8. അപ്പോൾ ആക്ച്വലി UDF ഒറ്റ നോട്ടത്തിലൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. നമുക്ക് മത്സരാർത്ഥികളെ കൂടെ നോക്കാം. കോൺഗ്രസിന്റെ രമേശ് ചെന്നിത്തല, അതായത് സീനിയർ നേതാവും ജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യതയുള്ള ആളാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയാണ് മത്സരിക്കുന്നത്. അദ്ദേഹം സിറ്റിംഗ് MLA ആണ്, അദ്ദേഹത്തിന്റെ മണ്ഡലമാണ്. TT ജിംസൺ CPI, BJPയുടെ സന്ദീപ് വചസ്പതി നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. ടൈറ്റായ ഒരു ആളെയാണ് BJP ഇട്ടത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതില് UDF ആക്ച്വലി അനുകൂലമായിട്ടൊരു ട്രെൻഡുണ്ട് ഈ ഇലക്ഷനുകളിൽ. ഈ തവണത്തെ ഇലക്ഷനിൽ ഞാൻ പല വീഡിയോയിലും പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും UDF ഒരു അപ്രാനുണ്ട്. LDFന്റെ വോട്ട് കുറച്ച് കുറയും ഭരണവിരുദ്ധത വെച്ചിട്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ BJP ആണ് ഇവിടെ വോട്ട് പിടിക്കാൻ പോകുന്നത്. BJPയുടെ വോട്ട് മിക്കവാറും ഒരു 40,000-45,000 എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പം എൻ്റെ അനാലിസിസിൽ UDF ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം തന്നെ ഈ വാർഡ് ജയിക്കും, അല്ലെങ്കിൽ ഈ മണ്ഡലം ജയിക്കും, ഹരിപ്പാട് എടുക്കും. 2ാം സ്ഥാനം BJP ആവാനുള്ള ശക്തമായ സാധ്യതയുണ്ട്. LDF 3ാം സ്ഥാനത്തിലേക്കും പോകാനുള്ള സാധ്യത.